ആത്മീയ യാത്ര എന്നാണ് സ്പിരിച്വൽ ജേണി എന്ന് പറയുന്നത്. ആത്മീയ യാത്ര മറ്റൊന്നുമല്ല. ഇന്ന് സ്പിരിച്വൽ ജേണി അല്ല നമ്മൾ കാണുന്നതല്ല, വേറെ യാത്രകൾ നമ്മൾ കാണുന്നത്. ഇത്രയേ ഉള്ളൂ. ആ ശരീരത്തിൽ ജീവൻ ഇരിക്കുന്ന സമയം എത്ര നമ്മൾ അതിനെ പോഷിപ്പിക്കാൻ വേണ്ടി, അത് ഈ ശരീരത്തിൽ ഇരുന്ന് അതിൻ്റെതായിട്ടുള്ള കർമ്മങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി എടുക്കുന്ന സമയം അത്രയും നാം ഭൂമിയിൽ ഉണ്ടാവും. ആ കർമ്മം പൂർത്തീകരിച്ചാൽ ദേഹത്തെ ഉപേക്ഷിച്ച് ജീവൻ ആവുന്ന ഊർജം ഈ പ്രകൃതിയിലേക്ക് ലയിച്ചു പോകും. ആരും കാണില്ല. പോകുന്നത് എപ്പോഴെന്നോ വരുന്നത് എപ്പോഴെന്നോ കാണാൻ കഴിയാത്ത ഒന്നാണ് ജീവൻ എന്ന് പറയുന്നത്. എനിക്ക് ഇന്ന ആളുടെ ഗർഭപാത്രത്തിൽ ജനിക്കണമെന്ന് പറഞ്ഞാൽ പോലും രക്ഷയില്ല. എനിക്ക് അടുത്ത ജന്മം ഓപ്ഷൻ ഉണ്ടാവണം. രണ്ട് ഓപ്ഷൻ എനിക്ക് ഈശ്വരൻ തന്നിട്ടില്ല ഇപ്പോഴും. അത് ഈശ്വരൻ ബലമായിട്ട് പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഈശ്വരൻ രണ്ട് ഓപ്ഷൻസ് ബലമായി പിടിച്ചു വെച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ്? എന്താ പറയാമോ? മരണവും ജനനവും. അത് രണ്ട് ഓപ്ഷൻസും ഇപ്പോഴും അദ്ദേഹത്തിന്റെ കയ്യിലാണ്. അതിന്റെ റിമോട്ട് അദ്ദേഹത്തിന് അത് ആർക്കും വിട്ടുകൊടുത്തല്ല. എവിടെ ജയിക്കണം എന്ന് തീരുമാനിക്കണം അദ്ദേഹമാണ്. എവിടെ മരിക്കണം എന്ന് തീരുമാനിക്കണം അദ്ദേഹം, മറ്റൊരാരുമല്ല. അദ്ദേഹം ജയണം കിടക്കും. എന്നാലും നമ്മളിതെന്ന് പറയും, എനിക്ക് ജീവിച്ച് മതിയായി, തീർന്ന മതിയായിരുന്നു. എങ്ങനെ നമ്മൾ തീർന്ന മതിയായിരുന്നു പോകുമോ? ഒരു കുട്ടിവേല വരുമ്പോഴേക്കും നമ്മൾ പറയും, ഏയ് തീർന്നിട്ടുണ്ടോ എല്ലാം നമുക്ക് കേൾക്കാൻ പറ്റും അല്ലേ? മറ്റൊന്നല്ല, ഈ ജീവനെ നമ്മൾ പൂജിക്കുക എന്നുള്ളതാണ്. ആ ജീവനെ എങ്ങനെ പൂജിക്കാൻ സാധിക്കും? ജീവനെ പൂജിക്കാൻ നമ്മൾ ഭൗതിക തലത്തിൽ എടുക്കുന്ന വ്യവസ്ഥയാണ് നാമജപങ്ങള്, നാമപാരായണങ്ങള്, മന്ത്രജപങ്ങള് അല്ലെ, ഭഗവത്ഗീത പാരായണം. ആ ജീവനെ അറിയാം. എങ്ങനെ അറിയുന്തോറും നമ്മൾ ആത്മീയ ഔന്നത്യത്തിലേക്ക് ഉയരുകയും ആത്മസംയമനത്തിലേക്ക് എത്തുകയും ചെയ്യും. ഇത്തരം സൂത്രം. ഈ സൂത്രം അറിഞ്ഞാൽ മതി. നമ്മള് ഇതിലേക്ക് അടുക്കുന്തോറും ആത്മസംയമനത്തിലേക്ക് നമ്മൾ എത്തും. ആത്മസംയമിയാവും. ആത്മസംയമാവുന്നതനുസരിച്ച് നമ്മള് ക്വയറ്റാവും, ശാന്തമാവും. ഈ ശാന്തത തന്നെയാണ് മോക്ഷത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. മനസ്സിലായതേ കാരണം നിങ്ങൾക്ക് മനസ്സിലായി. ഞാൻ ഈ പറഞ്ഞ ഈ സംഗതി നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്കറിയില്ല. അവിടെ കൃത്യമായിട്ട് പറയണം. മോക്ഷം എന്താ പറയുന്നത്? സത്സംഗത്വം, മോഹത്തിൽ നിശ്ചല തത്വേ ജീവൻ മുക്തി. ഞാൻ പറഞ്ഞത് അതാണ്. ഈ നിശ്ചല അവസ്ഥയാണ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു നിശ്ചല അവസ്ഥ പ്രാപിക്കുന്നതിനെയാണ് മോക്ഷം എന്ന് പറയുന്നത്. അപ്പൊ ജീവിച്ചിരിക്കാതെ തന്നെ മോക്ഷമുണ്ട്. മരിച്ചിട്ട് മോക്ഷം കിട്ടുന്നതല്ല പ്രാധാന്യം, കിട്ടുന്നതിനല്ല. അത് സങ്കല്പങ്ങളാണ്. മരിച്ചിട്ട് മോക്ഷത്തിലേക്ക് പോകാൻ വേണ്ടി കുറെ കടുകൊക്കെ കുഴച്ചു വെച്ചുകൊണ്ടൊന്നും മോക്ഷം കിട്ടിയത് നമ്മളൊരു സംതൃപ്തിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നതുള്ളൂ. അപ്പോൾ ജീവിച്ചിരിക്കാതെ നമുക്ക് മോക്ഷത്തിലേക്ക് പോകാം, മോക്ഷം അനുഭവിക്കാം. ആ മോക്ഷം അനുഭവിക്കാനുള്ള സൂത്രമാണ് നമ്മൾ നിശ്ചലനാണ്. ഈ ഈശ്വര വ്യവസ്ഥയിലേക്ക് അടുക്കുന്തോറും നാമജപങ്ങളും നാമപാരായണങ്ങളും നമ്മൾ കൂടുതൽ മുറുകെ പിടിക്കുന്തോറും ആത്മസംയമനം വരും. ഈ ആത്മസംയമനം വരുമ്പോൾ പറ്റും, നമ്മള് ശാന്തമാവും. ഇങ്ങനെ കിടക്കും, അണലി കിടക്കണ പോലെ ഇങ്ങനെ കിടക്കും. ഈ ചത്ത് കിടക്കണം, ഇത് ചാവാതെ കിടക്കുമ്പോൾ നമുക്ക് അറിയാൻ പാടില്ല. അതിനെ കിടക്കണ്ടാവും. നമ്മളിങ്ങനെ ശാന്തമായിട്ട് കിടക്കും. ആ ശാന്തമായ അവസ്ഥ മോക്ഷത്തിലേക്ക് പോകും. ആ ശാന്തമായ അവസ്ഥയെ ആരെങ്കിലും തൊട്ടുണർത്തി ഉണർത്താന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കുഴപ്പം, തിരിഞ്ഞ് അടിക്കും. അതിനും അതൊക്കെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അതിനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രേമഭംഗം വന്ന ഒരു മനുഷ്യന് പ്രേമഭംഗം വരുമല്ലോ. പ്രേമഭംഗം വന്ന ഒരു മനുഷ്യനിലേക്ക് കിടക്കുന്നതാണ്, മനസ്സിന്റെ അടിത്തട്ടിൽ കിടക്കുന്നത് അണലി തന്നെയാണ്. അവരുടെ പ്രേമം ആണലിപ്പാമ്പ് പോലെ ഇങ്ങനെ കിടക്കണ്ടാവും, ചുറ്റും ഇങ്ങനെ കിടക്കണം. ചത്ത് കിടക്കണം, ചാവാതെ കിടക്കണം പറയാൻ പറ്റില്ല. എപ്പോഴാണോ തനിക്ക് പ്രേമഭംഗം വരുത്തിയ ആ വ്യക്തി നമ്മുടെ മുമ്പിൽ വരുന്നത്, ചീറ്റ് ഇങ്ങനെ ഇട്ടുകൊണ്ട് പോയി ചെയ്ത് തീർന്നു. ഇത് വളരെ ഡീപ്പായിട്ടുള്ളൊരു വിഷയമാണ്. അതുകൊണ്ടാണ് ഇതൊന്നും ഞാൻ നിങ്ങളോട് പറയാത്തത്. എന്നതുപോലെയാണ് ജീവൻ എന്ന് പറയുന്നത് നിശ്ചലാവസ്ഥയിൽ കിടക്കുന്ന ഒരു സാധനമാണ്.
നമ്മുടെ ഭ്രമങ്ങളാണ്, പഞ്ചേന്ദ്രിയങ്ങൾ നമ്മുടെ മുഖത്തും ശരീരത്തിലേക്ക് നമ്മളോട് കാണിക്കുന്ന ഈ അവിവേക പ്രവൃത്തിയാണ് നമ്മളെ അവിവേകികളാക്കുന്നത്. നമ്മൾ ഉൾവലിയണം. ആമ ഏതുപോലെയാണോ ഈ തോടിനുള്ളിലേക്ക് ഈ കൈകാലുകളൊക്കെ വലിച്ച് സ്വസ്ഥമായിട്ടിരിക്കുന്നത്, അതേപോലെ നമ്മൾ വലിയണം, ഉൾവലിയണം. ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉൾവലിയണം. എല്ലാ പ്രായത്തിലും നമ്മളെല്ലാം ഭരിച്ചുകൊണ്ടും നേടിക്കൊണ്ടും നേടിക്കൊണ്ടും നമ്മൾ ഇരിക്കരുത്. ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മൾ ഉൾവലിയണം. ആ ഉൾവലിച്ച് ഈശ്വരനിലേക്കുള്ള അടുപ്പാണ്. ഈശ്വരൻ മീൻസ് ജീവൻ. ഈശ്വരൻ പറഞ്ഞ ജീവനാണ്, മറ്റൊന്നല്ല. ആ ഈശ്വരനിലേക്ക്, ആ ജീവനിലേക്കുള്ള അടുപ്പം അകലമില്ലാതെ ആകും. ആ അകലമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ എത്തുമ്പോഴേക്കും നമ്മൾ നിശ്ചലമായിരിക്കും. ഈ നിശ്ചല അവസ്ഥയാണ് മോക്ഷം എന്ന് പറയുന്നത്. അതിന് പ്രായമാകണമെന്നോ പ്രായമാകാനിരിക്കണമെന്നൊന്നുമില്ല. തലമുടി നിരക്കണമെന്നോ ശരീരം ചുരുക്കി ചുരുങ്ങണമെന്നോ 80, 60 വയസ്സാകണമെന്നൊന്നുമില്ല. ആത്മീയ ഔന്നത്യം നേടിയെടുക്കാൻ ഏത് പ്രായത്തിലും കഴിയും. അതിന് പ്രായവും ഭേദമൊന്നുമില്ല. ഏത് പ്രായത്തിലായെന്നുള്ളതിനല്ല പ്രാധാന്യം. ആ മനുഷ്യന് ആത്മീയൗന്നത്യം ഉണ്ടോ എന്ന് നോക്കുക എന്നുള്ളതാണ്. ആത്മീയൗന്നത്യം ഉണ്ടോ ഇല്ല എന്നുള്ളതാണ്. അല്ല പ്രായമുണ്ടോ ഭേദമുണ്ടോ 90 44 ആത്മീയൗന്നത്യം നേടിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും നിശ്ചലനായിരുന്നു. പിന്നെ അതിന് മുമ്പിൽ സംശയങ്ങളൊന്നുമില്ല, ആഗ്രഹങ്ങളൊന്നുമില്ല. ചിരി മാത്രമേ ഉള്ളൂ. സദാ സന്നിഹിത സ്മൃതി. അവരിയ്ക്കുമ്പോൾ എപ്പോഴും വെളിച്ചമുണ്ടാകും. അവന്റെ മുഖത്ത് എപ്പോഴും ഒരു ചിരിയുടെ ഭാവം ഉണ്ടാവും. കല്ല് കാണാതെ എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും. നമുക്ക് ഏറ്റവും കൂടുതൽ ചിരിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ നമുക്കറിയാം. ആരാണെന്ന് അറിയാമോ? ആരാണ്? കൃഷ്ണൻ. പിന്നെ ആനന്ദ ചിരിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ എപ്പോഴും അല്ലേ? ഗാന്ധാരി ശപിക്കുമ്പോഴും ചിരിച്ചുകൊണ്ട്, ഗാന്ധാരി ശപിക്കുമ്പോഴും സ്വീകരിച്ചു, ചിരിച്ചുകൊണ്ട് സ്വീകരിച്ചു. ഉത്തുംഗ മഹർഷി ശപിക്കുമ്പോഴും ചിരിച്ചുകൊണ്ട് സ്വീകരിച്ചു. എന്നിട്ട് നീ ഉത്തുംഗ പദത്തിൽ എത്തട്ടെ എന്ന് കൂടി അവർ അനുഗ്രഹം കൊടുത്തിട്ടാണ് കൃഷ്ണൻ പോണത്. ആ മഹർഷി ശപിച്ചിട്ടും നീ ഉത്തുംഗ പദവിയിലെത്തട്ടെ. അപ്പൊ ഉത്തുംഗ പദവിയിൽ ഇരുന്നുകൊണ്ട് നമ്മളിലേക്ക് വീഴുന്ന ഓരോ മണിത്തുള്ളികളും ഉത്തുംഗ മഹർഷി വർഷിക്കുന്നതാണെന്ന് പറയും. ഭാഗവത്തിൽ പറയുന്ന കഥകളാണ് അതൊക്കെ. ഗാന്ധാരി ശപിക്കുമ്പോൾ തന്നോടും അമ്മയെ ഞാൻ സ്വീകരിച്ചു. നീ ഒരൊറ്റ കാരണം എന്റെ മക്കളെല്ലാം ചത്തത്, അതുകൊണ്ട് നീ നിന്റെ കുലവും കൂടി നാശമായിട്ട് പോട്ടെ എന്ന് പറഞ്ഞപ്പോഴും ചിരിച്ചുകൊണ്ടാണ് സ്വീകരിച്ചത്, മറ്റൊന്നും സ്വീകരിച്ചില്ല. അപ്പൊ ചിരിച്ച് ഏറ്റവും കൂടുതൽ അവതാരങ്ങളിൽ ഏറ്റവും കൂടുതൽ ചിരിച്ചിട്ടുള്ളത് കൃഷ്ണനാണ്. അപ്പൊ കൃഷ്ണനെ പോലെ ചിരിക്കുക. അമൃതാന്തമേ പറയാറില്ലേ, ജീവിതം ഒരു പൊട്ടിച്ചിരിയാക്കുന്നത്. അമ്മ പറയാറില്ലേ, ജീവിതം ഒരു പൊട്ടിച്ചിരിയാക്കുന്നത്. ഞാൻ പൊട്ടിച്ചിരിയാക്കുന്നത് ചിരിക്കുക, അത്രയേ ഉള്ളൂ. എല്ലാ ദിവസവും 10 മിനിറ്റ് ചിരിക്കുക, വേണമെങ്കിൽ സ്വസ്ഥമായിട്ട് ചിരിക്കുക. എന്തെല്ലാം ഓർത്ത് കരയുന്നു, എന്തെല്ലാം ഓർത്ത് സങ്കടപ്പെടാറുണ്ട് നമ്മള്. അതുപോലെ എന്തെങ്കിലും നല്ല കാര്യം ഓർത്തിട്ട് ഇത് ഒറ്റയ്ക്ക് ചിരിച്ചൂടെ? ശരിയല്ലേ? എന്തെല്ലാം ഓർത്തിരുന്ന കാര്യങ്ങൾ, എന്തെല്ലാം ഓർത്ത് പരിഭവപ്പെടുന്നു. എന്നാലും അവരെന്നെ നോക്കിയില്ല, എന്നെ അന്വേഷിച്ചില്ല, എന്നാലും വേണ്ടിയില്ല, എന്നാലും ഒന്നും. എന്നാൽ അതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ നല്ല ഓർത്തിരുന്നു, അവരുടെ ബാല്യകാലം ഓർത്തിരുന്നാൽ ചിരിച്ചൂടെ? നമ്മളോട് ഈ ദോഷം പ്രവർത്തിച്ച ഈ മകന്റെ ഒരു ബാല്യകാലം ഉണ്ടായല്ലോ, അവന്റെ കയ്യിൽ കൈകാലിട്ടടിക്കലും അവന്റെ കുസൃതികളും ഓട്ടവും ചാട്ടവത്തിലും ഒക്കെ ഞാൻ എന്തോരം അവരെ കുറെ ചിരിച്ചുകൊണ്ട് ഓടിയിട്ടുണ്ട്. അത് ഓർത്തിച്ചിരിക്കാമല്ലോ. അതൊന്നും ഇനി ഓർക്കാൻ പാടില്ലല്ലോ, ഒന്നുണ്ടോ? അതൊക്കെ ഓർത്തിച്ചിരിക്കാമല്ലോ. അപ്പൊ ചിരിക്കേണ്ടതൊന്നും ഓർത്തമ്മ ചിരിക്കാതെ കരയേണ്ടത് വേണം മുഴുവൻ ഓർത്തിരുന്ന് നമ്മൾ കരയുകയാണ്. എപ്പോഴും നമ്മൾ കരഞ്ഞു തീർക്കുകയാണ് ചെയ്തത്. ഈ കരഞ്ഞു തീർക്കുണ്ടായിട്ടാരും ആരും ആർക്കും വേണ്ടി ജീവിക്കുന്നില്ല ഇവിടെ. അവനവന് വേണ്ടി ജീവിക്കുക. അവനവനുണ്ടെങ്കിൽ അവനവന് കൊള്ളാം. അവനവൻ നാമം ജപിച്ചാൽ അവനവനെ കൊള്ളാം. നാട്ടുകാർക്കോ വീട്ടുകാർക്കോ വേണ്ടി നാമം ജപിക്കണ്ടായിരുന്നു, മക്കൾക്ക് വേണ്ടി നാമം ജപിക്കണ്ട. രക്ഷിക്കട്ടെ എന്ന് ഒരിക്കലും ഈശ്വരൻ പറയും. ഈശ്വരനെ രക്ഷിക്കുക എന്ന് പറയുന്നത് ഈശ്വരനെ കൊണ്ടുപോകാന്നുള്ളതാണ്. രക്ഷിച്ച് കൊണ്ടുപോകാന്നുള്ളൂ. രക്ഷിക്കട്ടെ എന്നൊന്നും പറയണ്ട. അവനവനെ വേണ്ടി നാമം ജപിക്കുക, അവനവനെ വേണ്ടി ജീവിക്കുക, അവനവന്റെ ശരീരത്തെ സംരക്ഷിക്കുക, അവനവൻ ക്വയറ്റാവുക, ശാന്തമാവുക, ഈശ്വരനിലേക്ക് അടുക്കുക, ആത്മസംയമനം പാലിക്കുക. സ്വസ്ഥാവും. നമ്മുടെ കുടുംബജീവിതങ്ങളൊക്കെ സ്വസ്ഥാവും. ഒരു വഴക്കൂലോ ഒന്നുമില്ല. സന്തോഷത്തോടുകൂടി നമ്മുടെ ജീവിതം കൊണ്ടുപോകാൻ പറ്റും. ഈ ആത്മസമയം കൈവരിക്കാൻ പറ്റാത്തതാണ് പലരുടെ കുഴപ്പം. അപ്പൊ ആത്മസമയം കൈവരിക്കുക പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. രാവിലെ എഴുന്നേറ്റ് നമ്മൾ കുളിച്ച് അല്ലെങ്കിൽ അത് കുളിക്കാതെ ആണെങ്കിലും നമ്മൾ എവിടേക്കെങ്കിലും നോക്കി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചോദിക്കേണ്ട ഒരു
ഒരു ചോദ്യമാണ്, എനിക്ക് ആത്മസമയം തെരുമാറാകണം, നല്ലൊരു മരണം തെരുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന പോലെ എനിക്ക് നല്ലൊരു ആത്മസമയം തെരുമാറാണെന്ന് പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ എല്ലാവരും നമ്മളിട്ട് നമ്മുടെ നാവിട്ട് കൊട്ടും, വായിട്ട് കൊട്ടും, അടി മേടിക്കും, ഇടി മേടിക്കും, ചീത്ത മേടിക്കും. ആവശ്യമില്ലാത്തതുകൊണ്ട് നീ വായ തുറക്കാനുള്ള അനുമതിക്ക് തെരുമാറാകരുതെന്ന് പ്രാർത്ഥിക്കുക. അപ്പൊ തന്നെ ശരിയായില്ലേ? ആത്മസമീപത്തിലേക്ക് നമ്മൾ എത്താം. പിന്നെ നമ്മൾ കാര്യങ്ങൾ പറയല്ലേ, കാര്യങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ധർമ്മരോക്ഷം ഉണ്ടാവാം. അത് മനസ്സിലാകുന്നവരോട് പറയാൻ പാടില്ല, അല്ലാത്തവരോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. ഇന്നും ഞാനത് എഴുതി കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. നമ്മൾ വായിച്ച് പഠിക്കുമ്പോൾ അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് വാക്കുകൾ വായിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ അലിനപ്പെടുത്തുന്നത് വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള വാക്കുകളാണ്, അല്ലെങ്കിൽ ഇതാണ് വരുന്നതെങ്കിൽ, ആവലികളാണ്, കൂട്ടങ്ങളാണ് വരുന്നതെങ്കിൽ ആ പുസ്തകം വളരെ മടക്കി വയ്ക്കണം. ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് മൂന്നാമത് പറഞ്ഞ് ഏറി പോകുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഉടനെ നമ്മൾ വാക്ക് നിർത്തണം, ഇവിടെ നിർത്തണം, സ്റ്റോപ്പ് ചെയ്യണം. സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കണം. ഈശ്വരനിലേക്ക് അടുക്കുന്നതോറും ഈ സ്റ്റോപ്പിങ് ഒരുപാട് സ്റ്റോപ്പുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഓരോന്നും കട്ട് ചെയ്ത് അങ്ങോട്ട് പോകും. അവസാനം നമുക്ക് ആ പരമപദത്തിൽ എത്താൻ സാധിക്കും. ആ പരമപദത്തിൽ എത്തുമ്പോഴാണ് നമുക്ക് ഈ പറയുന്നത് പോലെ ആത്മനാവ് നിർവൃതി കണ്ണീര് കൊണ്ട് ഭഗവാന്റെ കണ്ണീരിലും ഭഗവാൻ വർണ്ണിക്കുന്നത്, ഭഗവാൻ നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റാം. ബ്രഹ്മസ്വരൂപം അപ്പോഴാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പൊ കാണുന്നതൊന്നും ബ്രഹ്മസ്വരൂപമല്ല. ഇപ്പൊ കാണുന്ന കല്ലും കഞ്ഞാണിക്കൊന്നും ബ്രഹ്മസ്വരൂപമല്ല. അതിലേക്ക് ആ അവസ്ഥയിലേക്ക് എത്തും നമ്മൾ. യഥാർത്ഥത്തിലുള്ള ആ രൂപത്തെ ദർശിക്കാനുള്ള ആ മഹർഷിമാരെ യോഗികൾ ധ്യാനം കഴിക്കും അല്ലെ, ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. അതിലേക്ക് എത്താൻ വഴിയാണ് എല്ലാവരും സ്വീകരിക്കുക, നാമജപങ്ങൾ എല്ലാവരും ചെയ്യുക. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ വൈകുന്നേരം വിളക്ക് വെച്ച് നാമജപം ഉണ്ടായിരുന്നു. ഇപ്പൊ ആ സമയത്ത് വിളക്ക് വെച്ചിട്ടുണ്ടാവും. ചിലപ്പോ ഒരു